അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിയോ അവരുമായിട്ട് ഞാനിപ്പോ ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് ഞാൻ പറയാണ്. ഞാനപ്പോ ആദ്യത്തെ ദിവസം തന്നെ ബോംബെയിൽ വെച്ച് പറഞ്ഞു, ഇത് അവര് ആവശ്യപ്പെട്ടു, ഇപ്പൊ നമ്മളും തീരുമാനിച്ചു. അപ്പൊ രണ്ട് താല്പര്യം ഒന്ന് ഇതാണ്, എന്നുവെച്ചാൽ അവര് ഒഴിയാൻ തീരുമാനിച്ചു, നമ്മൾ അവരെ ഒഴിപ്പിക്കാനും തീരുമാനിച്ചു. അപ്പൊ രണ്ടും ഒന്നായല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോ ഒരു വാല്യുവേഷൻ നടത്തുന്നു, എന്താണ് അവരുടെ ചെലവ്, ബാക്കി കാര്യം നിയമപ്രകാരം നടത്തും. അതിനിടയിൽ അതിനേക്കാൾ താഴെ മട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എത്രയും പെട്ടെന്ന് അവരെ ഒഴിപ്പിച്ച് ആ സ്ഥലം വിനിയോഗിക്കാൻ കഴിയുമോ, ഇതാണ് സർക്കാർ അതിനകത്ത് നോക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇന്ന് നല്ലൊരു വിഭാഗം അപൂർവ മാധ്യമങ്ങൾ ഒഴികെ പൊതുവെ സർക്കാർ സ്വീകരിക്കുന്ന നിയമക്കുറുക്ക് ഒഴിവാക്കി ഈ സ്ഥലം വിനിയോഗിക്കാനാണ് എന്ന കാര്യം. ഇപ്പൊ നിങ്ങൾ നോക്കുക, അവിടെ തന്നെ IBMന്റെ 2 ക്യാമ്പസല്ലേ 2 വർഷത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്തത്. ലോകോത്തര കമ്പനി HCL. നമ്മൾ ഈ ലാൻഡ് എന്ത് ഡീൽ ചെയ്യാനാ? ഇത് ഇൻഫോ പാർക്കോ അല്ലെങ്കിൽ പൊതു സംവിധാനത്തിന്റെ കീഴിലായിരിക്കും. ഇപ്പൊ എങ്ങനെ ആ ഇൻഫോ പാർക്ക് ഇവർ കൊടുക്കുന്നു അതേപോലെ തന്നെ പ്രവർത്തിക്കും. അതാണല്ലോ നമ്മളുടെ ലക്ഷ്യം വയ്ക്കുന്നത്. അത്രയും ഡിമാൻഡ് ഉണ്ട് നമുക്ക് IT കമ്പനികൾക്കും മറ്റ് കമ്പനികൾക്കുമായി അത്രയും ഡിമാൻഡ് ഉണ്ട്. ഞങ്ങളിപ്പം 4 റോഡ് ഷോ കഴിഞ്ഞു. ഇന്നലെ 32 രാജ്യങ്ങളിലായ പ്രതിനിധികളാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അംബാസഡർമാരും ഡിപ്ലോമാറ്റ്സും മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തത്. അതിന് മുൻപ് രാവിലെ ഡൽഹിയിൽ ആദ്യമായിട്ട് നമ്മൾ റോഡ് ഷോ വയ്ക്കുന്നത് ഫിക്കിയുമായി ചേർന്നിട്ട് 100-ലധികം ഇൻവെസ്റ്റേഴ്സ് പങ്കെടുത്തു. തലേദിവസം ബോംബെയിൽ ടാറ്റ സൺസിന്റെ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് മീറ്റിംഗ് നടന്നു. RP ഗ്രൂപ്പുമായി മീറ്റിംഗ് നടന്നു. ഹിൻഡാൽക്കോ നമ്മളിവിടുത്തെ പഴയത് അപ്പൊ നല്ലൊരു സാധ്യത വരുന്നുണ്ട്. നമ്മുടെ പ്രശ്നം നമുക്ക് സ്ഥലമില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അതിൽ തന്നെ ഇക്വിറ്റി 84% കമ്പനിയുടെ അവരുടെയാണ്, 16% നമ്മുടെ. അത് വാല്യൂ ചെയ്യും. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാൻഡ് നമ്മൾ ആ സമയത്ത് നൽകിയ വില ലാൻഡിന്റെ കൂട്ടുള്ളൂ. 91 കോടിയോ മറ്റോ അന്നത്തെ. ഇന്നത്തെ ആണെങ്കിൽ എത്രയായിരിക്കും ലാൻഡിന്റെ വില കൂട്ടണ്ടേ? അത് കൃത്യമായി തന്നെ ആ കരാറിനകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നമ്മൾ കാണേണ്ട ഒരു ഭാഗം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാല്യുവേറ്റർ വെച്ചിരിക്കുന്നു. അവർ വാല്യുവേഷൻ നടത്തും. ഒപ്പം തന്നെ നമ്മൾ ഇവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് പോകാനാണ് നോക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ വാല്യൂ നമുക്കറിയാലോ. അവർ ചെലവഴിച്ചതും അവർ കൊടുക്കേണ്ട നിയമപ്രകാരമാണെങ്കിൽ കൊടുക്കേണ്ട വാല്യൂ ഉണ്ട്. അതിനകത്തും ഇന്ന് കേരളത്തിന്റെ പൂർണ്ണമായ താല്പര്യം സംരക്ഷിച്ച് ഇനി നിയമവകുപ്പ് നോക്കും, AGയുടെ നോക്കും, നിങ്ങൾക്കും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമാവും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ല. പൊതുവെ മാധ്യമങ്ങളിൽ നിന്ന് കുറെ മാധ്യമങ്ങൾ ഈ പെട്ടെന്ന് ഇത് കിട്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, നിയമക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ്, എന്നാൽ നാടിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടായിരിക്കും എന്ന പൊതു കാഴ്ചപ്പാട് ചോദിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വരാണെങ്കിൽ അപ്പൊ നോക്കാം. അത് ചെയ്യാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇൻഫോ പാർക്ക് കൂടി പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി. അത് വെച്ചിട്ട് ഇത്ര അവസരം സൃഷ്ടിച്ചു. അതിലേക്ക് എത്താനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ഈ 90,000 ലൈൻ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ സ്ഥലം വിനിയോഗിക്കാം. ഇത് ചെയ്യുമ്പോൾ തന്നെ ഫേസിന്റെ നമ്മൾ ലാൻഡ് പൂളുമായിട്ടുള്ള മുന്നോട്ട് പോകും. മറ്റേ IT കോറിഡോറുകൾ കൊച്ചി കൊരട്ടി, കൊച്ചി ചേർത്തല കോറിഡോറുകൾ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ വർക്ക് നിയർ ഹോം, ഇപ്പോ വർക്ക് സ്റ്റേഷൻ കൊട്ടാരക്കര അത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാണ്. ലോകോത്തര കമ്പനി സാഹു ശ്രീധർ വെമ്പുവിന്റെ ലോകോത്തര കമ്പനിയാണ്. അവർ കൊട്ടാരക്കരയിൽ ഇപ്പോൾ അവരുടെ ഈ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ നല്ല രീതിയിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി പൊതു താല്പര്യത്തിനൊപ്പം നിൽക്കുക.